Hello friends, welcome back to my YouTube channel Family Mirror of Minds. ഞാൻ സുബിത സൈക്കോളജിസ്റ്റ്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് OCD. OCD മീൻസ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. എന്താണ് OCD? ഇതുകൂടാതെ OCP ഉണ്ട്, അതായത് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്നതും ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, ഇത് ഏത് പ്രായത്തിലാണ് വരുന്നത്, ഇതിന് വല്ല ഹോം റെമഡീസ് ഉണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്താണ് OCD? O മീൻസ് ഒബ്സഷൻ. ഒബ്സഷൻ മീൻസ് ഒരു കാര്യത്തെക്കുറിച്ച് തുടർച്ചയായിട്ട് ചിന്തിക്കാം, റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നതിനെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. അത് നെഗറ്റീവ്സോ ആവാം പോസിറ്റീവ്സോ ആവാം. അതാണ് ഒബ്സഷൻ. ടു തിങ്ക് റിപ്പീറ്റഡ്ലി എന്നാണ് പറയുന്നത്. രണ്ടാമത് സി മീൻസ് കമ്പൽഷൻ. ടു ഡു സംതിങ് ഈസ് കണ്ടിന്യൂസ്ലി. ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യുക, അതാണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഒബ്സഷൻ അല്ലെങ്കിൽ എന്താണ് OCD അല്ലേ? ഈ OC അല്ലെങ്കിൽ ഒബ്സഷൻ എന്ന് പറയുന്നതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, സാധാരണ ഇതിൽ കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവർക്കും അറിയണമെന്നില്ല, പക്ഷേ അതിലെ സിംറ്റംസുകൾ ഒട്ടുമിക്ക ആളുകൾക്കുമുണ്ട്. തിയറിറ്റിക്കലി പറയുന്നത് 3 പേരിൽ ഒരാൾക്ക് ഈ OCD ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് OCD എന്നത് നമുക്ക് പറയാം. അപ്പോൾ സാധാരണയായിട്ട് OCDയിൽ കാണുന്നതാണ് ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ ഒബ്സഷൻ, അതായത് ചിന്തിക്കുക സംതിങ്, അതായത് അത് നെഗറ്റീവ്സോ ആവാം പോസിറ്റീവ്സോ ആവാം. ഇപ്പോൾ സാധാരണയായിട്ട് ഈ OCDക്കാരിൽ കാണുന്നതാണ് ഒരു കാര്യം, അത് വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അത് കൂടുതലും നെഗറ്റീവ്സാണ് ചിന്തിക്കുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹസ്ബൻഡ് പുറത്ത് പോവുകയാണ് അല്ലെങ്കിൽ ജോലിക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ വൈഫിനാണ് OCD ഉണ്ടെങ്കിൽ ആ വൈഫ് ചിന്തിക്കുന്നത് ഹസ്ബൻഡ് എന്തെങ്കിലും അപകടം പറ്റുമോ, അല്ലെങ്കിൽ ഹസ്ബൻഡ് എന്തെങ്കിലും മോശമായൊരു രീതിയിലേക്ക് ഹസ്ബൻഡിൻ്റെ ലൈഫിലേക്ക് പോവുമോ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആക്സിഡൻ്റായിട്ട് എന്തെങ്കിലും മരണപ്പെടുമോ എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് ചിന്തകൾ അവരെ മാനസികപരമായിട്ട്, അതായത് അലട്ടിക്കൊണ്ടേയിരിക്കും. ആ ചിന്തകൾ മേ ബി അവർ ഇതെൻ്റെ തെറ്റായ ചിന്തയാണ്, എനിക്കിത് മാറ്റണം എന്ന് പറഞ്ഞാൽ പോലും അവർക്കത് കഴിയാത്ത രീതിയിൽ അവരുടെ മൈൻഡ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ആ ചിന്ത മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. അത് പോസിറ്റീവ്സും ആവാം. പോസിറ്റീവ്സ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നാളെ എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് നടക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അതിൻ്റെ പ്ലാനിങ് എല്ലാം മെൻ്റലി പ്രിപ്പയർ ചെയ്ത് വെക്കും. അതായത് നമ്മളിപ്പോൾ ഒരു കല്യാണ ഫംഗ്ഷനാണ് പോകുന്നതെങ്കിൽ ഏത് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ എന്ത് കളർ, അതൊക്കെ ഈസ് കോമൺ, നമ്മളെല്ലാവരും ചെയ്യുന്ന അല്ലേ. പക്ഷേ ഇവരെങ്ങനെയാണെന്ന് വെച്ചു പറഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ചിന്തിച്ചതിന് ശേഷം പിന്നീട് അവർ ചിന്തിക്കുന്നത് ആ കല്യാണത്തിന് പോയിട്ട് എന്തെല്ലാം ചെയ്യണം, അല്ലെങ്കിൽ ആരോടെല്ലാം എന്തെല്ലാം പറയണം എന്നുള്ളതെല്ലാം മുൻകൂട്ടി തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെയാണ് കഴിഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ ഉണ്ടാവില്ലേ, അതിനെല്ലാം ചിന്തിച്ച് ഫുൾ ടൈം അവരുടെ ബ്രെയിനിൽ ചിന്തകൾ മാത്രമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയി ചിന്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളെപ്പോഴും റിയാലിറ്റിയിലായിരിക്കണം അല്ലേ. അതായത് നമ്മൾക്ക് 2 ലൈഫുണ്ട്, റിയൽ ലൈഫും ഉണ്ട് ഐഡിയൽ ലൈഫും ഉണ്ട്. റിയൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ പ്രസൻറ്റ് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പോൾ നമ്മളിപ്പോൾ കിച്ചണിൽ ഒരു വർക്ക് ചെയ്യണം, ഇപ്പോൾ ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താവും, അതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ ഉണ്ടാക്കുന്ന ചോറ് നല്ല രീതിയിലേക്ക് കിട്ടും. അതേസ്ഥാനത്ത് ഈ OCക്കാരെന്താവും, ഈ ചോറ് വെച്ചിട്ട് അല്ലെങ്കിൽ പാല് തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അവർ ചിന്തിച്ച് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പാല് തിളച്ച് പോകുന്നുണ്ടോ എന്ന് പോലും അവർ ആലോചിക്കാറില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പാല് തിളച്ച് പോകും അല്ലെങ്കിൽ പാല് കരിഞ്ഞു പോകും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒബ്സഷൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇതാ. അതായത് അതുപോലെ തന്നെയാണ് ഇത് സാധാരണ ഈ OCക്കാർ ആൺകുട്ടികൾക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന സംഭവം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, അപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ പലവരും ചിന്തിച്ചിട്ട് ആ കോൺഷ്യസ് അല്ലാത്ത രീതിയിലേക്ക് മൈൻഡ് മറ്റൊരു രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രസൻറ്റിൽ കാണുന്ന സംഭവങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ മൈൻഡും നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സെറ്റിങ്സും ഒരേ രീതിയിലേക്ക് മൂവ് ചെയ്താലേ നമുക്ക് റിയാലിറ്റിയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഈ മൈൻഡ് എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ വരുന്ന ഒരു വാഹനം പോലും ഈ ഡ്രൈവ് ചെയ്യുന്ന OC പ്രോബ്ലം ഉള്ള ഒരാൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കലി അത് ആക്സിഡൻറ്റിലേക്ക് പോകുന്നതും കാണാറുണ്ട്. അപ്പോൾ ഈ OC എന്ന് പറയുന്നത്, ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് മാത്രമല്ല ഈ OCക്കാരിൽ ഉണ്ടാവുന്നത്
ഈ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അത് അവരുടെ മാനസികപരമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കും, ഭയങ്കര സ്ട്രെസ്സും ഇറിറ്റേഷൻസും ഭയങ്കര റെസ്റ്റ്ലെസ്സാവും. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി, ഇത് മാറ്റാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ് ഓവറായിട്ട് കമ്പൽസീവായിട്ട് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൈ വാഷ് ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ഹ്യൂമൻ ബീയിങ്ങിന് ഹൈജീൻ വേണം. ഹൈജീൻ നിർബന്ധമാണ്. നമുക്ക് പല രോഗത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും രോഗം വരാതിരിക്കുന്നതിനും ഒരു വ്യക്തിക്ക് വേണ്ടത് നല്ലൊരു ഹൈജീനാണ്. പക്ഷേ ഇവർക്ക് എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു നോർമൽ ഹൈജീനും അപ്പുറത്തേക്ക് ഓവറായിട്ട് ക്ലീനിങ് ചെയ്യുക. ഇപ്പം മേ ബി കൈ വാഷ് ചെയ്യുകയാണെങ്കിൽ തുടർച്ചയായിട്ട് കൈ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക, ആ സ്കിന്ന് മൊത്തം ഡ്രൈ ആക്കുന്ന രീതിയിലേക്ക് അവരുടെ ഹാൻഡ് വാഷ് നടന്നുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെയാണ് ഇപ്പോൾ സാധാരണയായിട്ട് ഈ OC-കാരുള്ള വീടുകളിൽ മറ്റുള്ളവർക്ക്, അതായത് OCD ഇല്ലാത്ത വ്യക്തികൾ പറയുന്നുണ്ട് വെള്ളം അനാവശ്യമായിട്ട് ചിലവാക്കുക. അതായത് ഇപ്പോൾ ഒരു 3, 4, 5 പേര് കുളിക്കേണ്ട വെള്ളം ഒരു തവണ ബാത്റൂമിൽ പോയാൽ മതി, 1 മണിക്കൂറാണ് അവർ കുളിക്കുന്നത്. അതൊരിക്കലും അവർ കൂടുതൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സോപ്പുകൾ കൂടുതൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് കൂടുതൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബാത്റൂം ക്ലീനർ ആണെങ്കിലും അതെല്ലാം അധികമായിട്ട് യൂസ് ചെയ്ത്, അതായത് അവർക്ക് തൃപ്തി ആവുന്നില്ല. അവർ ചെയ്യുന്നതിൽ ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്. അവർ തന്നെ അവരുടെ ചെയ്യുന്നതിൽ തൃപ്തി അല്ലാത്ത രീതിയിലേക്ക് അവർ ചെയ്ത പ്രവൃത്തികൾ ആവർത്തിച്ച് ചെയ്യുക. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ ഈ ഒബ്സഷനാണ്. കാരണം അവർ ചെയ്ത് കഴിഞ്ഞാലും അവരത് നല്ല രീതിയിലാണോ ഞാൻ ചെയ്തത് എന്ന രീതിയിലേക്ക് അവർ വീണ്ടും ചിന്തിച്ച് വീണ്ടും അതൊന്നുകൂടെ റിപ്പീറ്റായിട്ട് ചെയ്യുന്നതാണ് ഈ OC-കാരിലുള്ളതാണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ OC-കാരിലുള്ളതാണ് റിപ്പീറ്റഡ് ആയിട്ട് പറയും. അതായത് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഈ OC-കാർ പറഞ്ഞ തന്നെ വീണ്ടും പറയാം. അതുപോലെ തന്നെയാണ് ചെക്കിങ് ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണയായിട്ട് ഒട്ടുമിക്ക ഫാമിലിയിലുള്ള പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കാണുന്നത്, ഇപ്പോൾ ഡോറെല്ലാം ലോക്ക് ചെയ്ത് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ കുറേ ദൂരം ചെന്നിട്ടായിരിക്കും അയ്യോ ഞാൻ ഡോറ് ലോക്ക് ചെയ്തോ എന്ന് ഡൗട്ട്സ് അടിച്ചിട്ട് വീണ്ടും തിരിച്ച് വന്ന് ഡോർ ലോക്ക് ചെയ്തോ എന്ന് കൺഫേം. അവർ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഞാൻ പറഞ്ഞില്ല, അവർ ഭയങ്കര കോൺഷ്യസ് ആണ് അവരുടെ കാര്യത്തിൽ, പക്ഷെ അവർക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ല അവരുടെ കാര്യത്തിൽ. അതായത് ഭയങ്കര പെർഫെക്റ്റായ വ്യക്തികളാണ്. നമ്മൾ സാധാരണ മറ്റു പേഴ്സണാലിറ്റിക്കാർ ചെയ്യുന്നതിനും അപ്പുറത്ത് ഇവർ പെർഫെക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിലും അവർക്ക് അതിൽ തൃപ്തി പോരാത്തത് കൊണ്ടാണ് അവർ റീചെക്ക് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ചു വന്ന് അവർ ഡോറ് നോക്കുമ്പോൾ എല്ലാം ലോക്ക് ചെയ്ത് സെറ്റാണ്, പക്ഷേ അവർക്കത് മറന്നു പോകും. അതായത് പ്രസൻറ്റിൽ റിയാലിറ്റിയിൽ അവർ നിൽക്കാത്തതുകൊണ്ട് അവരെപ്പോഴും ഈ ഒരു ഡ്രീം വേൾഡ്, അതായത് ഡ്രീം വേൾഡ് എന്ന് പറഞ്ഞാൽ സ്വപ്നം എന്നല്ല, ഇതുപോലുള്ള ചിന്തകളിൽ അവർ എൻഗേജ്ഡ് ആകുമ്പോൾ അവർ ചെയ്യുന്ന സംഭവം അവർക്ക് മറന്നു പോകണം. അതേപോലെ തന്നെയാണ് ഈ ഓവൻ ഗ്യാസൊക്കെ ഓഫാക്കിയോ അത് വീണ്ടും പോയിട്ട് ചെക്ക് ചെയ്യുക. ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരു പരിധിവരെ ഭയവുമാണ്. അതായത് പേടി, ഫിയർ, ആങ്സൈറ്റി, ഫോബിയാസ് ഇതെല്ലാം കൂടുതലായിട്ട് ഈ OCD-കാർക്കാണ് വരുന്നത്. അതായത് ഇപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, കൈ വാഷ് ചെയ്യുന്ന കാര്യം. അപ്പോൾ നമ്മൾക്കിപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് കൊറോണ അല്ലേ. കൊറോണയോട് സംബന്ധിച്ച് നമ്മൾ ദിനംപ്രതി ന്യൂസ് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന അഡ്വർടൈസ്മെൻ്റാണ് 20 മിനിറ്റ് കൈ വാഷ് ചെയ്യണം, അല്ലെങ്കിൽ 20 സെക്കൻഡ് ഹാൻഡ് വാഷ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ നമ്മളെല്ലാം ആ ഒരു രീതിയിൽ ആവറേജ് നമ്മൾ കഴുകി വൃത്തിയാക്കുന്നുണ്ടെങ്കിലും ഇവരെങ്ങനെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു അരമണിക്കൂറെല്ലാം ഇരുന്ന് വാഷ് ചെയ്യും. കാരണം അവർക്ക് ഓൾറെഡി ഈ ഹാൻഡ് വാഷിങ് ഒരു ഹാബിറ്റ് ആണെങ്കിൽ അതേപോലെ തന്നെ ഈ ഒരു കൊറോണയും കൂടി ആകുമ്പോൾ എന്താവും, ഡബിളായിട്ട് അവർക്ക് ആങ്സൈറ്റി കൂടും. അതായത് എനിക്ക് എന്തെങ്കിലും രോഗം വരുമോ, എനിക്കിതുപോലുള്ള മാരകമായ രോഗങ്ങൾ വരുമോ എന്ന് പറഞ്ഞ് അവർ കൂടുതലായിട്ട് ഈ കൈ വാഷ് ചെയ്തുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ ദേഹത്ത് കൂടുതൽ സോപ്പ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വെള്ളം ഒത്തിരി യൂസ് ചെയ്യുക. അതെല്ലാം ഈ സാധാരണ OC-കാർക്കാണ്. അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് ഹാൻഡ് വാഷും ഇതുപോലുള്ള സോപ്പെല്ലാം കയ്യിൽ യൂസ് ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് ഒത്തിരി സ്കിന്നെല്ലാം ഭയങ്കരമായിട്ട് ഡാമേജിലേക്ക് പോകും അല്ലേ. അപ്പോൾ അതായത് സാധാരണ നമ്മൾ അറിയുമ്പോൾ ആ സോഫ്റ്റ് സ്കിന്ന് പോയിട്ട് ഒരു ഡ്രൈ സ്കിന്നിലേക്ക് പോകും, പിന്നെ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഈ OC-കാർക്കുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പ്രെയറിൻ്റെ കാര്യത്തിൽ എല്ലാം അവർ പക്കയായിരിക്കും, അതായത് ഒരു സ്ട്രിക്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ OC-കാർക്ക് എല്ലാം അടുക്കും ചിട്ട കൂടുതൽ. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും ഈ അടുക്കും ചുട്ടിയുള്ളവരെല്ലാം OCD-കാരാണോ എന്നല്ല. അതായത് OCP ഞാൻ പറഞ്ഞു അല്ലേ, ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഉണ്ട്. അതായത് സ്വന്തമായിട്ട് എല്ലാ കാര്യത്തിലും ഒരു പെർഫെക്ഷൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ കാലത്തെ എണീറ്റ് മുതൽ നൈറ്റ് കിടക്കുന്നവരത്തേക്ക് ഒരു ചിട്ടയായ രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ അതുകൂടാതെ വീട്ടിൽ അടുക്കിപ്പെറുക്കി വെക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ ബാത്റൂം ക്ലീൻ ചെയ്യുന്നത്, ഇതെല്ലാം ഒരു നോർമലിൽ ചെയ്യുകയാണെങ്കിൽ ഈസ് ഓക്കെ. അത് ഒരു OCD ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അതൊരു നോർമൽ ഹൈജീൻ്റെ ഭാഗമാണ്.
അതേ സ്ഥാനത്ത് ഇവരെന്ന് പറഞ്ഞാൽ ഈ OCD പേഷ്യൻസിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് പറഞ്ഞാൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് മണിക്കൂറുകളോളം അല്ലെങ്കിൽ അരമണിക്കൂറോ 3/4 മണിക്കൂറോ അല്ലെങ്കിൽ 1 hours കണ്ടിന്യൂസ് ആയിട്ട് ആ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷനിൽ എനിക്ക് കുറച്ച് ഒത്തിരി കേസസ് ഉണ്ട്. ഈ ഞാൻ പറഞ്ഞില്ലേ 3-ൽ 1 OC-കാരായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ഇതുപോലുള്ള കംപ്ലയിൻസുകൾ നമ്മൾ കാണുന്നതാണ്. അതിലെടുത്ത് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു കേസ് വന്നിരുന്നു. ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം ഫാമിലീസാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുസ്ലിംസിൽ 5 നേരം നിസ്കരിക്കണം എന്നുള്ളൊരു സംഭവം അല്ലേ. അപ്പോൾ ഈ 5 നേരം നിസ്കരിക്കുന്നത് ഗുഡ്, അത് അവർ റിലീജിയസ് റിലേറ്റഡ് ആണ്. പക്ഷേ ഈ കൊച്ച് എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇപ്പോൾ 5 നേരം നിസ്കരിക്കുന്നതിന് മുൻപ് അവർ ശരീരം എല്ലാം ക്ലീൻ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ കൊച്ച് ഈ 5 സമയത്ത് നിസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് നന്നായിട്ട് ദേഹത്ത് മണിക്കൂറുകളോളം, അതായത് നിസ്കരിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് ബാത്റൂമിൽ കയറിയിട്ട് ദേഹമെല്ലാം കഴുകി ഈ മുടിയിൽ ഫുൾ ടൈം ഈ കുട്ടി ഈ 5 സമയവും വെള്ളം ഉപയോഗിച്ച് കഴുകും, ഷാമ്പു ഇടും. അങ്ങനെ തുടർച്ചയായിട്ട് ഈ കുട്ടി യൂസ് ചെയ്ത് ആ കൊച്ചിന് 20 വയസ്സത്രയ്ക്കേ ആയിട്ടുള്ളൂ. ഷീസ് മാരീഡ്. അന്നേരം ഈ കുട്ടി ഇങ്ങനെ മുടി ഇങ്ങനെ കഴുകി കുറേ കാലമാകുമ്പോൾ എന്താവും, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കൈ ഡ്രൈ ആവുന്ന പോലെ തന്നെയാണ് നമ്മുടെ സ്കള്ളിലും പ്രോബ്ലംസ് വരും അല്ലേ. നമ്മുടെ മുടി നിൽക്കുന്ന ഏരിയയിലും ഡ്രൈനെസ് വന്ന് ഓട്ടോമാറ്റിക്കലി ആ കൊച്ചിൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞ് അവസാനം 4-ൽ1 ഭാഗമായിട്ട് ആ കുഞ്ഞിൻ്റെ മുടി പോവുക ചെയ്ത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ കുട്ടി അതായത് ആൾ ചിന്തിക്കുന്നത് എനിക്ക് അതായത് ഭക്തിപരമായിട്ട് വൃത്തിയാണ് അവർ ഉദ്ദേശിക്കുന്നത്, ഹൈജീനായിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഈ കുട്ടി കുളിക്കുന്ന കാര്യത്തിൽ തൃപ്തിയല്ലാതാവും. അപ്പോൾ യൂസ് ചെയ്ത് അവസാനം ആ തലയോട്ടി മൊത്തം കാണുന്ന രീതിയിലേക്ക് ആ കുട്ടിയുടെ ഈ ഏരിയ മൊത്തം പോവുക ചെയ്ത്. അപ്പോൾ ഇതിന് നമ്മൾ പിന്നീട് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഈ സൈക്കോതെറാപ്പീസും സപ്പോർട്ടീവ് തെറാപ്പിയും CBT പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് വിത്ത് മെഡിസിൻസും എല്ലാം കൊടുത്തതിന് ശേഷമാണ് ആ കൊച്ചു ആ ഒരു OC ട്രൈറ്റ്സ് പതിയെ കുറയാൻ, അതായത് പതിയെ കുറഞ്ഞു വരികയും പിന്നീട് ആ കൊച്ചിൻ്റെ ആ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസങ്ങൾ വരികയും ചെയ്ത്. ഇതേപോലെ ഒത്തിരി വേറെയും കേസസ് ഉണ്ട്. ഇപ്പോൾ വേറൊരു കേസ് പറയുകയാണെങ്കിൽ ആ ലേഡി ബാത്റൂമിൽ പോയി കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ കൗണ്ട് ചെയ്യാന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കും ചിലവർ. ഇപ്പോൾ ഒരു കപ്പിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വെള്ളം എടുക്കുകയാണെങ്കിൽ ഓരോ കപ്പായിട്ട് എണ്ണും, 1 2 3 എന്ന് പറഞ്ഞിട്ട് എണ്ണും. അപ്പോൾ ഈ ലേഡി എന്താ ചെയ്തതെന്ന് വെച്ച് പറഞ്ഞാൽ ഈ പേഷ്യൻ്റ് ചെയ്തത് ബാത്റൂമിലിരിക്കുമ്പോൾ കപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം എടുത്ത് കുളിക്കുന്ന സമയത്ത് ഓരോ കപ്പ് എടുക്കുമ്പോഴും 1 2 എന്നിങ്ങനെ എണ്ണും. അപ്പോൾ അത് ആ കുളിക്കുന്ന സമയവും ഡിലേ ആവുന്നുണ്ട്, കൺസ്യൂം ആവുന്നുണ്ട്. പിന്നെ ആ സമയങ്ങളെല്ലാം കൺസ്യൂമായി ബാത്റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോഴേക്കും 1.5 മണിക്കൂറോളം ആവും. അപ്പോൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് ആദ്യം തോന്നിയത് വൃത്തിപരമായിട്ടാണ്. പിന്നീടാണ് ഇതെന്തോ കംപ്ലയിൻസ് ആണെന്ന് ഫീൽ ചെയ്തിട്ട് പിന്നീട് നമ്മളെ കാണാൻ പേഷ്യൻസ് ഫാമിലി ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഈ OC-കാരിലുള്ളത്. അതുകൂടാതെയാണ് റീചെക്കിങ് പറഞ്ഞ പോലെ തന്നെ ജെൻസിനുള്ള സംഭവമാണ്. ഇപ്പോൾ ടിവിയുടെ കാറിൻ്റെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ സ്കൂട്ടി ആണെങ്കിൽ അല്ലെങ്കിൽ ബൈക്ക് ആണെങ്കിൽ ലോക്ക് ചെയ്ത് കുറേ ദൂരം പോയി അല്ലെങ്കിൽ ഓഫീസിൽ കയറി പോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് അയ്യോ ഞാൻ കാർ ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ സ്കൂട്ടി ലോക്ക് ചെയ്തോ എന്ന് പറഞ്ഞ് തിരിച്ച് വന്നിട്ട് റീചെക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ റിപ്പീറ്റേഷനായിട്ട് അവർ ചെയ്യുന്നതാണ്. അതിൻ്റെ കാരണം പെർഫെക്ഷൻ ആഗ്രഹിക്കുകയാണ്. അതായത് എക്സ്ട്രീം ആയിട്ടുള്ള പെർഫെക്ഷൻ ഈസ് ഓക്കെ, എക്സ്ട്രീം ആയിട്ട് അതിലും അപ്പുറത്തേക്കുള്ള ഓവർ പെർഫെക്ഷൻ ഈ OCDയിലെ മെയിൻ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെർഫെക്ഷൻ ഈസ് ഗുഡ് എന്ന് പറയുന്നതിന്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ഈ OC-കാലുള്ള കുട്ടികൾ ഇതിപ്പോൾ സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അഡോളസെൻസ് ഏജിലാണ് അതിൻ്റെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ 8-9 വയസ്സിൽ തന്നെ ഇത് പതിയെ നമുക്ക് കണ്ടു തുടങ്ങും. ഇപ്പോൾ പല കേസസും ഞങ്ങൾ കണ്ടതാണ്. ചുമ്മാ കുട്ടിയെ കൈവാഷ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഒരു തവണ ബ്രഷ് ചെയ്തു വീണ്ടും ബ്രഷ് ചെയ്യും, ഭക്ഷണത്തിന് മുൻപ് അതായത് കാലത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യും, അതിന് മുൻപ് വീണ്ടും, അതായത് എൻ്റെ പല്ലിൽ വല്ല ബാക്ടീരിയസ് ഉണ്ടോയെന്ന് പറയുമ്പോൾ ഭക്ഷണത്തിന് മുമ്പ് ബ്രഷ് ചെയ്യും, ദെൻ ഭക്ഷണത്തിന് ശേഷം ബ്രഷ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം 10-20 തവണ ബ്രഷ് ചെയ്യുന്ന രീതിയിലേക്ക് കൊച്ചുങ്ങൾ മാറുമ്പോഴാണ് പാരൻസിന് ഡൗട്ട് അടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഓവർ ഹൈജീൻ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഈ വൃത്തി ഒരു പ്രോബ്ലംസാണ്. അതായത് എന്തും ഞാൻ ഓൾറെഡി പ്രീവിയസ് എപ്പിസോഡിലൊക്കെ പറഞ്ഞാണ്, എന്തും ഒരു ലിമിറ്റിൽ കടന്നു പോവുകയാണ്, അതായത് ലിമിറ്റിൽ വ്യതിചലിച്ച് പോവുകയാണെങ്കിൽ അതൊരു ഡിസോർഡർ ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അതേപോലെ തന്നെയാണ്
ഈ ഒബ്സെഷൻ എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പോൾ സാധാരണയായിട്ട് ഒ സിക്കാർ ചിന്തിക്കുന്നതാണ് നെഗറ്റീവ്സുകൾ കൂടുതൽ അവരുടെ മൈൻഡിൽ വരും. അതായത് ഇപ്പോൾ ജസ്റ്റ് ഒരു നെഞ്ചുവേദന വരികയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് സാധാരണ ഗ്യാസ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നെഞ്ചുവേദനകൾ പോലെ വരാറുണ്ട്. അപ്പോൾ ഇവരത് ചിന്തിക്കുന്നത് അയ്യോ എൻ്റെ ഹാർട്ടിന് വല്ല കംപ്ലൈൻ്റ് ആണോ, എനിക്ക് അറ്റാക്ക് വരുമോ എന്നുള്ള ആ ഒരു ഭയപ്പാട് കൂടുതലും ഇതുപോലുള്ള ഒ സിക്കാർക്കുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ മേ ബി വയറുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് മേ ബി ഗ്യാസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിച്ചതിൻ്റെ അസ്വസ്ഥതയായിരിക്കും ചിന്തിക്കുന്നതിന് പകരം ഇവർ കാട് കയറിയിട്ടാണ് ചിന്തിക്കുക. ഇവർ ചിന്തിക്കുന്നത് എനിക്ക് വല്ല ക്യാൻസർ ആണോ. അതായത് ഇതാണ് ഇവരുടെ ഒരു സ്വഭാവം. അതായത് എന്തിനേയും സാധാരണ ചിന്തിക്കുന്നതിന് അപ്പുറത്ത് ചിന്തിക്കുകയും പിന്നീട് അവർക്കതൊരു ആങ്സൈറ്റി ആയിട്ടും ഫോബിയാസ് ആയിട്ടും ഫിയർ ആയിട്ടൊക്കെ വരും. അതേപോലെ ഈ ഒ സിക്കാർക്കുള്ളതാണ് ഭയങ്കര കണ്ടാമിനേഷൻ. അതായത് അഴുക്കൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻസ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒ സിക്കാരെ കണ്ടാൽ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് ഒ സി ആണെങ്കിൽ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അവർ അന്നേരം ചിന്തിക്കും അയ്യോ അവൻ്റെ കൈ വൃത്തിയില്ലാത്തതാണോ എന്ന് പറഞ്ഞ് കൂടുതലും ആ ഒരു സംഭവം ആ ഒരു സിറ്റുവേഷൻ മാക്സിമം ഒഴിവാക്കും. പക്ഷെ മേ ബി കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ സഡൻ ആയി പോയിട്ട് കൈയെല്ലാം നന്നായി ക്ലീൻ ചെയ്യും. അതാണ് ഈ ഒ സിക്കാരുടെ ഒരു നേച്ചർ. അപ്പോൾ ഈ ഒ സി എന്ന് പറയുന്നപ്പോൾ ഓവർ ഇതാവുന്ന സമയത്ത് ഇവർക്ക് കൂടുതലായിട്ടും വരുന്നതാണ് ഡിപ്രഷൻ പോലുള്ളത്. അതായത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഡിപ്രഷൻ വരുന്നതെന്ന് ചിന്തിക്കുകയാണ്. അതായത് ഈ ഡിപ്രഷൻ വരാനുള്ള കാരണം പല രീതിയിലുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള ചിന്തകളാണ്. ഇപ്പോൾ ആരെങ്കിലും അവരെ കളിയാക്കി അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഒന്ന് വിഷമിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിത് ചിന്തിച്ച് അവർ മാനസികപരമായിട്ട് തളരും. അപ്പോൾ അവർക്ക് എന്താവും ഉറക്കക്കുറവ് വരും. അപ്പോൾ ഉറക്കക്കുറവ് സാധാരണയായിട്ട് ഈ ഒ സിക്കാരുടെ സംഭവമാണ് ഉറക്കക്കുറവ്. ഞാൻ പ്രീവിയസ് എപ്പിസോഡിൽ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. മേ ബി മൊബൈലിൽ കളിക്കുകയാണെങ്കിൽ അത് തുടർച്ചയായിട്ട് അതിൻ്റെ ഫർദറായിട്ട് നോക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ 1 മണിക്കൂർ ഒരു 10 മണിക്ക് കിടന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ഉറങ്ങുന്ന ആൾക്കാരെന്താവും പിന്നീട് കുറേ പോയി ചിലപ്പോൾ 1, 2, 3 മണിക്കൂർ. അപ്പോൾ നമുക്ക് ഞാൻ പ്രീവിയസ് എപ്പിസോഡ് പറഞ്ഞാൽ ഉറക്കക്കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല സൈക്കോളജിക്കൽ ആൻഡ് സൈക്കാട്രിക് പ്രോബ്ലംസുകൾ വരുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് വിഷാദ രോഗങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ വരും, ആങ്സൈറ്റി വരും, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും, ഫോബിയാസ്. ഇപ്പോൾ ചെറിയ പ്രാണികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടക്കുറവാണ് അത് തൊടാനോ. മേ ബി അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ അവർ ക്ലീൻ ആക്കിയിട്ട് എങ്കിലും അവർ വീണ്ടും ഒന്നുകൂടെ പോയിട്ട് ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെയാണ് ഇവർ കൂടുതലും ബാത്റൂമിൽ, അതായത് ടോയ്ലറ്റ് പോകാൻ ഇവർക്ക് ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ ഒരു അതായത് ബാഡായ ഒരു ഏരിയ എന്നുള്ള രീതിയിൽ ഇവർ മാക്സിമം ടോയ്ലറ്റ് പോകത്തില്ല. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അവർ 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇവർ ബാത്റൂമിൽ പോവുക. കാരണം ഡെയിലി പോകാനുള്ള ഒരു അറപ്പ് കൊണ്ടാണ് അവരത് പോവാതെ. പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിക്കും, അവർക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ അവർ കൂടുതൽ ഫുഡ് കഴിക്കുന്നത് കുറയും, വെള്ളം കുടിക്കുന്നത് കുറയും, ഓട്ടോമാറ്റിക്കലി അവർക്ക് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇവർ തന്നെ ഇവരുടെ ഈ ഒരു ഈ ഡിസീസ് കാരണം അല്ലെങ്കിൽ ഒ സി ഡി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇവർ പല രീതിയിലുള്ള രോഗങ്ങൾക്ക് രോഗമായിട്ട് മാറേണ്ട അവർക്ക് പല രീതിയിലുള്ള ഫിസിയോളജിക്കൽ കംപ്ലയിൻസിലേക്കും പോകും. അതുകൂടാതെയാണ് ചിന്തിച്ചാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഓവർ സ്ട്രെയിൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ബ്രെയിനിൽ ഒത്തിരി സ്ട്രെയിൻ വരുമ്പോൾ നമുക്ക് ഹെഡ് ഏക്ക്, അതായത് ചെന്നിക്കൂത്ത്, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ ഈ ഒ സി ഡിക്കാർക്ക് കാണാറുണ്ട്. അതായത് ഇവർക്ക് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊന്നും ഇവരൊരിക്കലും ഒരു സൈക്കാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ വന്ന് കാണിക്കില്ല. ഇവർ ആദ്യം ഹെഡ് ഏക്ക് ഉണ്ടെങ്കിൽ സാധാരണ ഒരു ഫിസീഷ്യനെ പോയി കണ്ട് മരുന്ന് കഴിക്കും. പക്ഷേ മരുന്ന് കഴിച്ചാലും മാറുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ, ഇവർ ഈ മരുന്ന് കഴിച്ചാലും ഇവരുടെ ചിന്തയിലേക്ക് ഒരു മാറ്റവും വരുന്നില്ല. ആ ചിന്ത തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ചിന്ത മാറ്റിയാൽ മാത്രമേ ബ്രെയിൻ നമ്മൾ എന്തും ഓവർ സ്ട്രെയിൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു മിക്സി വാങ്ങിച്ചിട്ട് ഓക്കെ പുതിയതാണെന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മൾ ആ മിക്സി ഒന്ന് ഓടിച്ചു നോക്കിയേ, ആ 6 മാസം എന്നുള്ള വാറണ്ടി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തീരും. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവത്തിന് ഓവർ സ്ട്രെയിൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പ്രോബ്ലംസ് വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഈ മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ പറഞ്ഞ പോലെ സ്റ്റൊമക്കിൽ വല്ല പ്രശ്നങ്ങൾ വരും. പിന്നെ ഇവർ കൂടുതൽ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻസ് അടിക്കുമ്പോൾ അല്ലെ ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ഹാർട്ടിൻ്റെ പൾസ് റേറ്റ് കൂടും, അതുപോലുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇവർക്ക് കൂടുതലും പാൽപിറ്റേഷൻസ് കാണും. പാൽപിറ്റേഷൻ മീൻസ് നമ്മുടെ ഹാർട്ട് ബീറ്റിങ്സ് കൂടുക. അതുപോലെ തന്നെ ഇവർക്ക് പാനിക് അറ്റാക്കൊക്കെ കൂടുതൽ വരാൻ സാധ്യതയുള്ളതും ഈ ഒ സി ഡി പോലുള്ള അതായത് OCP അതായത് ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റിക്കാർക്കാണ് വരുന്നത്. അത് പിന്നീട് നമ്മൾ
ഇതിന് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് അവർ അതൊരു ഡിസോർഡറായി മാറും. അതായത് ഒ സി ഡി ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറായിട്ട് മാറും. അപ്പോൾ ഇതിന് ഡെഫിനറ്റ്ലി നമുക്ക് സൈക്കാട്രിസ്റ്റ് മെഡിസിൻസ് നിർബന്ധമാണ്. അതുകൂടാതെ കുറേ സൈക്കോതെറാപ്പീസും ഉണ്ട്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ മാറ്റിയെടുക്കും. അതിനു മുൻപ് തന്നെ നമ്മൾ ഈ ഒ സിക്കാർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണയായിട്ട് ഒ സിക്ക് ഒത്തിരി സൈക്കാട്രിക് മെഡിസിൻസ് ഉണ്ട്. അതുകൂടാതെ കാണുന്നതാണ് ഈ സൈക്കോതെറാപ്പീസിൽ. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ ഒ സിക്കാരെ എങ്ങനെ മാറ്റിയെടുക്കാം, അതായത് ഞാൻ പറഞ്ഞില്ലേ, അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് അറിയാം ഈ ചിന്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈ പ്രയാസങ്ങൾ വരുന്നത്. പക്ഷെ അവർക്കത് മാറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് അവരുടെ ബ്രെയിനിൽ ആ രീതിയിലേക്ക് ബ്രെയിൻ മാറിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അതിന് ആ സംഭവം നമ്മൾ തോട്ട് ബ്രേക്കിംഗ് പറയുന്നൊരു സൈക്കോതെറാപ്പീസ് ഉണ്ട്. തോട്ട് ബ്രേക്കിംഗ്, പിന്നെ കണ്ടാമിനേഷൻ തെറാപ്പി ഉണ്ട്, അവേർഷൻ തെറാപ്പി, അങ്ങനെയുള്ള കുറേ തെറാപ്പീസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതൊരു സൈക്കോളജിസ്റ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ വീട്ടിലിരുന്ന് നമുക്ക് പതിയെ ചെറിയ രീതിയിലേക്ക് നമുക്ക് ഈ ഒ സി ട്രൈറ്റ്സ് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുൻപ് ഈ പറഞ്ഞ ഈ ഒ സി ട്രൈറ്റ്സ് ഉള്ളതാണ് ഈ ഓവർ വൃത്തി, ഓവർ ക്ലീനിങ്, ഹാൻഡ് വാഷ് ചെയ്യുന്നത് തുടർച്ചയായി ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ട് ചെക്ക് ചെയ്യുക. ഇതേപോലെ തന്നെ ഇവരുടെ ഒരു ബാഡായിട്ടൊരു സ്വഭാവമാണ്, ഭയങ്കര റിജിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു നേച്ചർ, ഭയങ്കര അറഗൻ്റ് ആയിരിക്കും. അറഗൻ്റ് പറയാൻ എന്താ, ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവർ റൂമെല്ലാം ക്ലീൻ ചെയ്യാമെന്ന് വെച്ചോ, ക്ലീൻ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഇവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മളാരെങ്കിലും ജസ്റ്റ് അതിലൂടെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അവരുടെ ആ ഒരു ക്ലീനിങ്ങിന് നമ്മൾ വൃത്തികേടാക്കുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ അവർ പെട്ടെന്ന് ഷൗട്ട് ചെയ്യും. ഭയങ്കര ദേഷ്യക്കാരായിരിക്കും. അതേപോലെ തന്നെയാണ് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. ഞാൻ പറഞ്ഞു ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും, അതായത് ഒരു റിജിഡായിട്ടൊരു സ്വഭാവം. അതായത് അവർ ചെയ്യുന്ന ലൈഫ് സ്റ്റൈലിൽ ഒരു ചിട്ട വേണം. ആ ചിട്ടയിൽ എന്തെങ്കിലും, അതായത് ആ ഒരു രാവിലെ എണീറ്റ് മുതൽ നൈറ്റ് കിടക്കുന്നതിനുള്ളിൽ അതിലെന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ അവരത് ഭയങ്കരമായിട്ട് മാനസികപരമായിട്ട് തളർച്ചയിലേക്കും പോകും. അവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം പോലുള്ള ലക്ഷണങ്ങളൊക്കെ അവർ കാണിക്കും. അപ്പോൾ ഈ ഒരു സംഭവം ഫാമിലി ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസുകൾ, ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫിൻ കാറ്റഗറീസിൽ എടുക്കണം. ഇപ്പോൾ ഹസ്ബൻഡിന് ഒ സി ഒരു പേഴ്സണാലിറ്റിയും വൈഫിന് മറ്റു കുറേ പേഴ്സണാലിറ്റി ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ ക്ലിയർ ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സംഭവമാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇവർക്ക് തമ്മിൽ ഭയങ്കരമായിട്ട് ഇഷ്യൂസുകൾ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇഷ്യൂസുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവർ ഓവർ ഹൈജീനും ഇവർ ഹൈജീൻ അത്രയല്ല നോർമലുമാണ്. അപ്പോൾ ഇവർക്ക് തമ്മിൽ ക്ലാഷ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ദാമ്പത്യ ലൈഫിൽ, അതായത് സെക്ഷൽ ലൈഫിലും ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യും. കാരണം ഇവർക്ക് ഹൈജീൻ അല്ലെങ്കിൽ വൃത്തി എന്നൊരു സംഭവമാണ്. പക്ഷേ ഈ സെക്ഷൻ എടുക്കുമ്പോൾ അതിൽ ഹൈജീൻ അല്ല, അതൊരു വൃത്തികേടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് മാക്സിമം ഇതിനവർ റിജക്റ്റ് ചെയ്യാറുണ്ട്. ഇതും ആ ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ ആ ഒരു ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഫാമിലി കൗൺസിലിംഗ് ആയിട്ട് ഒരു കപ്പിൾസ് വരുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അതിൽ ഹസ്ബൻഡിനോ വൈഫിനോ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ ഒ സി ട്രൈറ്റ്സ് ഉണ്ടാവും. ഈ ഒ സി ഉള്ളത് കൊണ്ടാണ് ഇവർക്കിടയിൽ ഈ ക്ലാഷ് വരുന്നത്. കാരണം ഏതൊരു ദാമ്പത്യ ലൈഫിലും ഒരു വഴക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവം എന്താ, അവരുടെ ആ ഒരു ബെഡ്റൂം സെക്ഷൻ, അതായത് സെക്ഷൽ ലൈഫിൽ നിന്ന് ഉണ്ടാവുന്നതാണ് ഒരുപാട് ഇഷ്യൂസിലേക്ക് പിന്നീട് പോകുന്നത്. അതായത് അത് മാത്രമല്ല, പിന്നീട് കെയറിങ് ഉണ്ട്. അതിൽ നമുക്ക് വരുന്ന എപ്പിസോഡിൽ ഇൻറ്റിമസി, പാഷൻ, കമ്മിറ്റ്മെൻറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇവർക്ക് ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകും. കാരണം ഈ ഒ സിക്കാരുടെ എൻ്റർലി ഡിഫറൻ്റ് ആയിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പിന്നീട് പതിയെ ഭയങ്കര ക്ലാഷ് വരികയും പാർട്ട്ണറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതാവും. പിന്നീട് അത് ഡിവോഴ്സിലേക്ക് പോകുന്ന സാഹചര്യങ്ങളാണ് സാധാരണ ഫാമിലി കൗൺസിലിംഗ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ ഒ സി എന്ന് പറയുന്നത്, അതായത് ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി പ്രോബ്ലം ഒത്തിരി എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, തോട്ട് ബ്രേക്കിംഗ്, അവേർഷൻ തെറാപ്പി, കണ്ടാമിനേഷൻ തെറാപ്പി, ഇതെല്ലാം നമുക്ക് വിത്ത് സൈക്കോളജിസ്റ്റിൻ്റെ സപ്പോർട്ടോടു കൂടി മാത്രമേ പറ്റത്തുള്ളൂ. അതേ സ്ഥാനത്ത് വീട്ടിലിരുന്ന് ഹോം റെമഡീസിലൂടെ നമുക്കിതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ സാധാരണ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ബ്രെയിനെയാണ് ഇത് എഫക്റ്റ് ചെയ്തതെന്ന് പറയാം. അതായത് നമ്മുടെ തോട്ട്സിനെ, നമ്മുടെ കൊഗ്നേറ്റീവ് ഫങ്ഷനെയാണ് ഈ തോട്ട്സിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ, ഈ തോട്ട്സ് പറയുന്നത് ചിന്തിക്കുന്നത് എന്താ, നമ്മുടെ ബ്രെയിനാണ് അല്ലേ. അപ്പോൾ ഇതിനെ ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് മെഡിറ്റേഷൻസ് വേണം.
മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ധ്യാനം ചെയ്ത് ചെയ്യുന്നൊരു സംഭവം. ആ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ സംഭവത്തിന് ഫോക്കസ് ചെയ്ത്, വേറെയുണ്ട് നമുക്ക് ഉറക്കം ബെറ്റർ ആവാനും അല്ലെങ്കിൽ OCD ട്രൈബ്സ് പാടെ മാറാനുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് നോക്കുക. അതായത് നിങ്ങൾ കണ്ണടച്ചു മെഡിറ്റേഷൻ ചെയ്ത് എന്താവും, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ചിന്തിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിന്തിച്ച് കാട് കയറി മറ്റെവിടത്തെങ്കിലും പോകും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പെർട്ടിക്കുലർ സംഭവത്തിന് ഒരു ഡോട്ട് ഇട്ടിട്ടോ, ഒരു ബ്ലാക്ക് ഡോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടോ അതിന് കൂടുതൽ ഫോക്കസ് ആദ്യമൊന്നും കിട്ടത്തില്ല. കാരണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു നമ്മുടെ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സിമ്പിൾ വയ്ക്കുക, ഓംന്നോ അല്ലെങ്കിൽ ജീസസിൻ്റെ എന്തിനേയും റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിമ്പിൾ വെച്ചിട്ട് അതിന് ഫോക്കസ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇമാജിനറി ഇവർക്ക് കൂടുതലും പ്രാക്ടിക്കൽ അല്ല, ഇതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ രണ്ടാമത് യോഗ ചെയ്യാം. യോഗ നിർബന്ധമാണ്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ ഫിസിക്കലി ആക്റ്റീവ് ആവാത്തത് കൊണ്ടാണ് ഇവർ ഈ കാര്യപരിപാടികളൊക്കെ ചെയ്യുന്നത്. അതായത് ഹാൻഡ് വാഷ് ചെയ്തിട്ടും അടിച്ചിട്ട് തുടച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് പറയുന്ന എല്ലാ സെക്ഷനും ചെയ്യുന്നത്. ഇവർ ഫിസിക്കലി എൻഗേജ്ഡ് ആകുമ്പോൾ ഈ മനസ്സിലുള്ള ചിന്ത മാറ്റാനാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം, എക്സസൈസിലൂടെ. അതായത് ഒരു രാവിലെ ഏറ്റവും നല്ലതാണ് വാക്കിങ്ങിന് പോവുക. അതായത് വാക്കിങ്ങിന് പോകുമ്പോൾ എന്താവും, ചുറ്റും നമുക്ക് കുറേ കാഴ്ചകൾ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ അന്നേരം എത്ര നമ്മൾ സമയമാണോ സ്പെൻഡ് ചെയ്യുന്നത് വാക്കിങ്ങിന്, അത്രയും സമയം നമുക്ക് നമ്മുടെ ബ്രെയിനിന് കുറച്ച് റിലാക്സേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ വാക്കിംഗ്, പിന്നെന്താ സ്വിമ്മിങ് പോലുള്ള, അതായത് പുറത്ത് പോയി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ചെയ്യാം, യോഗാസ് ചെയ്യുക. പിന്നെ അതുകൂടാതെയാണ് പ്രയർ, പ്രാർത്ഥന റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതുകൂടാതെ ഈ OCക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ നമ്മൾ എന്തെങ്കിലും റീഡ് ചെയ്യുക. അതായത് ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവർ മനസ്സിൽ വായിക്കുന്നൊരു പരിപാടിയുണ്ട്, സൗണ്ട് ഉണ്ടാക്കി വായിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലേ. ഇപ്പോൾ ഈ OCക്കാർ മനസ്സിൽ വായിക്കണതിന് അങ്ങനെ നോക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇവർ നോക്കുന്നത് ബുക്കിലാണെങ്കിൽ ഇവരുടെ ചിന്ത മൊത്തം മറ്റൊരു സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അഡോളസെൻസ് ഏജിലുള്ള കുട്ടികൾക്കും അതിന് തൊട്ട് താഴെയുള്ള കുട്ടികൾക്കും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ല, അന്നേരം തുടങ്ങുന്നു പറഞ്ഞു. അപ്പോൾ അവർ ചെയ്യാനുള്ളത് ഈ OC ആണെന്ന് അവർക്ക് ഫീൽ ചെയ്ത ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഈ സിംറ്റംസൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാനുള്ളത് കുട്ടികളെ വായിക്കുമ്പോൾ ബുക്കിൽ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി, അതായത് ശബ്ദത്തിൽ വായിക്കുക. അപ്പോൾ ശബ്ദത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ കുറേ സമയത്തേക്ക് നമ്മുടെ ബ്രെയിനിന് കുറച്ച് റിലാക്സേഷൻ കിട്ടും. അങ്ങനെ നമ്മൾ പതിയെ നമ്മുടെ ബ്രെയിനിന് ആദ്യം നമുക്കൊരു ഹാഫ് ആൻ അവർ റിലാക്സ് ചെയ്ത് പതിയെ ആകുമ്പോൾ ആ ഒരു ദിവസത്തെ നമ്മൾ എത്ര സമയങ്ങളാണോ ഒബ്സസീവ് ചെയ്ത്, അതായത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, അത് പതിയെ നമുക്ക് തന്നെ കുറേയൊക്കെ റിലീഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ പതിയെ നമുക്ക് ഈ OC ട്രൈറ്റ്സ് പതിയ രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞത് പ്രോപ്പറായിട്ടുള്ള ഉറക്കം നിർബന്ധമാണ്. അപ്പോൾ ഈ ചിന്തിച്ചത് കൊണ്ട് നമുക്ക് പലപ്പോഴും ഉറക്കം കിട്ടാത്തൊരവസ്ഥ വരാറുണ്ട് അല്ലേ. അപ്പോൾ അതിനാണ് ഞാൻ പ്രീവിയസ് എപ്പിസോഡിൽ പറഞ്ഞിരുന്ന ആ ടിപ്സ്. അതായത് ഈ പാലും ചെറിയുള്ളിയുടെ കാര്യം പറഞ്ഞിരുന്നു, അത് കുറച്ച് കഴിച്ചു തുടങ്ങുക. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അത് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ഇവർ ചിന്തിക്കാൻ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ഇവർ പെട്ടെന്ന് കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ പതിയാകുമ്പോൾ അവർക്കൊരു പ്രോപ്പർ, ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്തും 21 ഡേയ്സ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്താൽ മാത്രമേ അത് സക്സസ്സിലേക്ക് പോകുള്ളൂ. അതായത് നമ്മുടെ ലൈഫിൽ അതൊരു ഭാഗമാകത്തുള്ളൂ. അപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ OC ട്രൈറ്റ്സ് കുറയ്ക്കാനാണ് നമ്മുടെ പർപ്പസ് അല്ലേ. അപ്പോൾ അന്നേരം നമ്മൾ ഈ സംഭവം പാലും ചെറിയുള്ളിയുടെ സംഭവം നമ്മൾ കുടിച്ച് കിടന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും അല്ലേ. അപ്പോൾ അതൊരിക്കലും സൈക്കാട്രി മരുന്നായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങളുടെ ആ അസുഖം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ഉറങ്ങും. അപ്പോൾ നമുക്ക് ആ 1 മണിക്കൂറോളം, അതായത് 1 മണി വരെ നമ്മൾ ആലോചിച്ച് കിടക്കുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പതിയെ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ട്രൈറ്റ്സുകളെല്ലാം നമുക്ക് കുറഞ്ഞ് വരുന്നതായിട്ട് കാണും. അപ്പോൾ ഇതാണ് ഈ OCയെ കുറിച്ച് പറയാനുള്ളത്. ഈ OCD പോലെ തന്നെയാണ് വേറെയും കുറേ പേഴ്സണാലിറ്റി പ്രോബ്ലംസും ഡിസീസുകളും ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു OCDക്കാർക്ക് വരുന്നൊരു സംഭവമാണ് ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ, ഫോബിയാസ്, സോഷ്യൽ ഫോബിയ, സ്പെസിഫിക് ഫോബിയ എന്നെല്ലാം പറയും. സ്പെസിഫിക് ഫോബിയ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇൻസെക്ട്സിനെ പേടിയാണ്. പല്ലി, പാറ്റ, തവള, കോക്രോച്ച് പോലുള്ള സംഭവങ്ങളെയൊക്കെ പേടിക്കുക. അതൊക്കെ സാധാരണ OCക്കാർക്ക് ഉണ്ടാകും. കാരണം ഇവർക്ക് പേടിയല്ല, പേടിയേക്കാളും അറപ്പാണ്. അതെൻ്റെ ദേഹത്ത് തട്ടിയാൽ എനിക്കെന്തെങ്കിലും രോഗം വരുമോ, എനിക്കെന്തെങ്കിലും ഇതുപോലുള്ള ഇതിൻ്റെ ഇൻഫെക്ഷൻ അടിച്ചിട്ട് മറ്റെന്തെങ്കിലും സ്കിന്നിന് പ്രോബ്ലം വരുമോ എന്നെല്ലാം ചിന്തിക്കുക.
അപ്പോൾ അതേപോലെ ഇവർ കൂടുതലും ആൾക്കാരുമായിട്ട് ഇപ്പോൾ നല്ല പിന്നെ ആൾക്കൂട്ടത്തിലൊന്നും ഇവർ കൂടുതലും എൻഗേജ്ഡ് ആവില്ല. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അവർക്ക് അദ്ദേഹത്തെ ആരും മുട്ടുന്നൊന്നും എനിക്ക് അതുപോലുള്ള വ്യക്തികൾക്ക് ഇഷ്ടമല്ല. അതേപോലെ ഇവർ മാക്സിമം ഫങ്ഷൻസുകൾ അവോയ്ഡ് ചെയ്യുക. അതായത് കാരണം എന്ന് വെച്ച് പറഞ്ഞപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലും അതിൽ പോയി അറ്റൻഡ് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്തെന്ന് വേണം അവിടെ സെർവ് ചെയ്യുന്ന ഫുഡ് കഴിക്കണം അല്ലേ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇതുപോലുള്ള ഫങ്ഷൻസുകൾ അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഇവർ ഓട്ടോമാറ്റിക്കലി ഇൻട്രോവേർട്ട് ആവും, അതായത് ഉൾവലിഞ്ഞു പോകും. കാരണം ഇവരുടെ വൃത്തി സംബന്ധമായിട്ടാണ് ഇവർ ഉൾവലിയുന്നത്. പക്ഷേ ഇത് ഉൾവലിയുമ്പോൾ എന്താവും, പതിയെ പതിയെ അവർ ഒരു ഐസൊലേറ്റഡായി മാറും, ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഇവർക്ക് ചിന്തിക്കാൻ വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇവർ ചിന്തിക്കാതെ ഈ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള നെഗറ്റീവ് തോട്ട്സുകളൊക്കെ ചിന്തിച്ചാകുമ്പോൾ പതിയെ പതിയെ ഇവർ ഡിപ്രഷനിലേക്ക് പോകും. അപ്പോൾ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ കൂടുതലും ഈ OCDക്കാരാണ് സൂയിസൈഡ് ചെയ്യുക. കാരണം ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇവർ നെഗറ്റീവ്സ് ഇവരുടെ ലൈഫിൽ ഇല്ലെങ്കിൽ പോലും ഇവർ നെഗറ്റീവ്സുകളാണ് ചിന്തിക്കുക. ഞാനൊന്നിനും കൊള്ളാത്ത ആളാണോ, എന്നെ കൊണ്ടൊന്നിനും പറ്റൂലേ, ഞാനൊരു മോശമാണോ, ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ് വൈഫിനിടയ്ക്ക് ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഈ OCക്കാർ ഹസ്ബൻഡ് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ സെക്സിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ OCക്കാർക്ക് ഇഷ്ടമില്ല. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോൾ ഹേർട്ട് ചെയ്യുന്ന വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതി അവരൊരു സൂയിസൈഡിലേക്ക് പോകാൻ. അപ്പോൾ ഇതാണ് ഈ OCക്കാരുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതുപോലുള്ള സിംറ്റംസുകൾ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഏറ്റവും നല്ലത് ഒരു സൈക്കാട്രിസ്റ്റോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യും. സൈക്കോളജിസ്റ്റ് ഇതുപോലുള്ള തെറാപ്പീസുകൾ, അവേർഷൻ തെറാപ്പി, കണ്ടാമിനേഷൻ ഈസ് ബെറ്റർ, പെട്ടെന്ന് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക. അല്ല നിങ്ങൾക്ക് അതിനുള്ള സിറ്റുവേഷൻസ് അടുത്തില്ലെങ്കിൽ ഇതുപോലുള്ള യോഗ അല്ലെങ്കിൽ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലൊരു റുട്ടീനാക്കുക. ലൈഫിൽ എന്നും അതൊരു ഭാവമാക്കുമ്പോൾ കുറേയെല്ലാം നമുക്ക് ഈ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. അതേപോലെ ലേഡീസിനിപ്പോൾ ചിലവർക്ക് എക്സസൈസ് ചെയ്യാനൊക്കെ മടിയാണെങ്കിൽ എന്തെങ്കിലും ജോലിയിൽ എൻഗേജ്ഡ് ആവുക. അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും തൊട്ടടുത്തുള്ള ഷോപ്പുകളിലൊക്കെ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റിങ് സെക്ഷൻ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒത്തിരി ഇന്ന് അവൈലബിൾ ആണല്ലോ. അതുപോലുള്ളതിലൊക്കെ കുറേയൊക്കെ നമ്മൾ ഫിസിക്കലി എൻഗേജ്ഡ് ആവണം. അതായത് മെയിൻ ഉള്ളത് നമ്മൾ എക്സസൈസ് കാര്യങ്ങളുടെ ഒപ്പം തന്നെ ഫിസിക്കലി എൻഗേജ്, അതായത് നമ്മുടെ സെൻസേഷൻ, അതായത് നമ്മുടെ സെൻസ് ഓർഗൻസ് അവയർനെസ് രീതിയിൽ, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകുമ്പോഴാണ് ഇവരുടെ മൈൻഡിലുള്ള തോട്ട്സുകൾ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് തോട്ട് ബ്രേക്ക് എന്ന് പറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിന്തിക്കാൻ സമയം, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും OCD ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും, ആ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ആ ചിന്ത ബ്രേക്ക് ചെയ്യും. അങ്ങനെ തുടർച്ചയായി. അപ്പോൾ നമ്മളൊരു വർക്ക്, ഇപ്പോൾ പുറത്തെല്ലാം പോയിട്ട് ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല അല്ലേ, അപ്പോൾ ചിന്തിച്ചിരിക്കാൻ പറ്റാതാകുമ്പോൾ അവരെന്ത് ചെയ്യും, ആ ഓണർ വഴക്ക് പറയുന്നത് പേടിച്ചിട്ട് അവർ വേഗം വർക്കുകളൊക്കെ ചെയ്യും. അപ്പോൾ അത്രയും മണിക്കൂറുകൾ അവർ ബ്രെയിനിന് ഒരുപാട് ചിന്ത കൊടുക്കാതാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒബ്സഷൻ പതിയെ കുറയും. അപ്പോൾ ഒബ്സഷൻ പതിയെ കുറയുമ്പോൾ എന്താവും, ഇവരുടെ ഈ കമ്പൽസീവായിട്ടുള്ള സ്വഭാവങ്ങൾ, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന പ്രവർത്തികൾ പതിയെ കുറയും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി OC ട്രൈറ്റ്സ് കുറയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പേഴ്സണായിട്ട് ലൈഫിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ OC ട്രൈറ്റ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. ഓക്കെ, വരുന്ന എപ്പിസോഡിൽ പുതിയ വിഷയവുമായി വരുന്നത് വരത്തേക്ക്